വിവാഹ സംഘമോ ഭൂതപ്രേതങ്ങളുടെ സംഘമോ? ഇല്ല മഹാറാണി, അത് കണ്ടോ? അവിടുത്തെ ജാമാതാവ് ശങ്കരനെ വെള്ളക്കാളമേ കണ്ടില്ലേ? എത്ര സുന്ദരവും അഭികാമ്യവുമാണ് ആ രൂപം. അയ്യോ, എവിടെയാണ് സൗന്ദര്യം? ഒരു സൗന്ദര്യവുമില്ല. എല്ലാം വിരൂപർ മാത്രം, എല്ലാം വിരൂപർ മാത്രം. ഭൂതം, ഭൂതം, ഭൂതം. മഹാറാണി, എന്ത് പറ്റി? എന്ത് പറ്റി മഹാറാണി? മഹാറാണി, സൃഷ്ടികളെല്ലാം കണ്ടു നമിച്ചു ശിവപെരുമാളുടെ ലീലകളാകെ. സൃഷ്ടികളഖിലം കണ്ടു നമിച്ചു ശിവപെരുമാളുടെ ലീലകളാകെ. അടയോഗീശ്വരൻ അങ്ങനെ ഒടുവിൽ ഗൃഹസ്ഥാശ്രമ ജീവിത കർമ്മപഥത്തിൽ പരിച്ചോടു വിളങ്ങാനങ്കിറങ്ങി. തിരുവേളിക്കെഴുന്നള്ളുകയായി, ഇന്നു വേളിക്കെഴുന്നള്ളുകയായി, ഗംഗാധരൻ എഴുന്നള്ളുകയായി. ഞാൻ ആ ഭൂതനാഥന് എന്റെ പുത്രിയെ നൽകില്ല, പുത്രിയെ നൽകില്ല. ഞാൻ ആ വിരൂപിക്ക് എന്റെ പുത്രിയെ നൽകില്ല. ഭൂതനാഥന് പുത്രിയെ നൽകില്ല, നൽകില്ല. എന്തു പറ്റി? ചതിവ് പറ്റി, കബളിപ്പിച്ചു. ദേവന്മാരും ഋഷികളും കൂടി എന്നെ ചതിച്ചു, എന്നെ കബളിപ്പിച്ചു. എന്തു പറ്റി മഹാറാണി? എന്തിനു വിലപിക്കുന്നു? വിലപിക്കല്ലാതെ എന്തു ചെയ്യും? അങ്ങും എന്നെ ചതിച്ചു, കബളിപ്പിച്ചു, ചതിച്ചു. എന്നോട് ശിവന്റെ സുന്ദര രൂപത്തെ വർണ്ണിച്ച് പറഞ്ഞ് കബളിപ്പിച്ചു. പക്ഷെ ഞാൻ കണ്ടു അയാളുടെ ഭയാനക രൂപം. ഇല്ല, ഇല്ല, ഞാൻ എന്റെ പുത്രിയെ ആ ഭൂതനാഥന് നൽകില്ല. ഞാൻ എന്റെ മകളെ ഭൂതനാഥന് നൽകില്ല, നൽകില്ല. മഹാറാണി, ഈ ശുഭാവസരത്തിൽ ഇങ്ങനെ അപസ്വരം? എന്താണ് ഇതിനർത്ഥം? എല്ലാം അശുഭം, എല്ലാം അശുഭം. ഞാൻ ആ ഭയങ്കരൻ ഭൂതനാഥന് എന്റെ പുത്രിയെ നൽകില്ല, നൽകില്ല, നൽകില്ല. നാരായണ നാരായണ. വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല മേനാദേവി. ശാന്തയാകൂ, അങ്ങ് ശാന്തയാകൂ. വൈകുണ്ഠനാഥ, എന്റെ മനസ്സിൽ, എന്റെ ജീവനിൽ അശാന്തി പടർന്നു കഴിഞ്ഞു. ഞാൻ എങ്ങനെ ശാന്തയാകും? മേനാറാണി. നാരായണ നാരായണ. മേനാറാണി, ശുഭാവസരത്തിൽ അശാന്തിയെക്കുറിച്ചുള്ള ചർച്ച അങ്ങക്ക് യോജിച്ചതേ അല്ല. അതിന് കാരണക്കാരി ഞാനല്ല ദേവർഷേ. എനിക്ക് നൽകിയ ഉറപ്പാണ്. അത് അസത്യമാണെന്ന് അറിയുന്നു. മഹാറാണി, ഇവിടെ ഒന്നും അസത്യമല്ല. പിന്നെ സത്യം എന്താണ്? ഞാനിപ്പോൾ കണ്ട ശിവന്റെ രൂപം അത് സത്യമാണോ? അത് സത്യമാണെങ്കിൽ എനിക്ക് സ്വീകാര്യമല്ല. എന്നോട് പറഞ്ഞിരുന്നു അയാൾ ത്രിലോകത്തിലും സുന്ദരനാണെന്ന്. കബളിപ്പിക്കുകയായിരുന്നു എന്നെ. താങ്കളെ കബളിപ്പിച്ചതുകൊണ്ട് ആരെന്ത് നേടാനാണ് മേനാറാണി? പാർവതി, നീ എന്തിനിവിടെ വന്നു? വരാതെ ഞാൻ എന്താണ് ചെയ്യുക? അമ്മ ഇത്ര ഉറക്കെ കരയുന്നത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഉറക്കെ കരയാനുള്ള ഒരു ഇച്ഛയും ഇല്ല പാർവതി. പക്ഷേ ഞാൻ നിന്നെ അന്ധകാരത്തിൽ തള്ളാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മയുടെ കണ്ണുകൾക്ക് ദൃശ്യമായത് അന്ധകാരമല്ല, ഭ്രമമാണ്. ഭ്രമം ഒരിക്കൽ കൂടി പുറത്തു വന്നു നോക്കൂ, ഭ്രമം താനേ മാറും. പക്ഷേ ഈ ഭ്രമം എനിക്ക് എന്തുകൊണ്ടുണ്ടാകുന്നു? നിനക്കും മറ്റാർക്കും ഉണ്ടാകാത്തത് എന്താണ്? പാർവതിക്കും മറ്റുള്ളവർക്കും യാതൊരു ശങ്കയുമില്ല. എന്നാൽ നിനക്ക് ശങ്കയല്ലാതെ മറ്റൊന്നുമില്ല. മഹാറാണി, നിന്റെ പുത്രി പാർവതിയുടെ വാക്ക് മാനിക്കൂ. ഭഗവാൻ ശിവനെ ശങ്കാരഹിതനായി നോക്കൂ. അപ്പോഴെല്ലാം സ്പഷ്ടമായും സുന്ദരമായും ശ്രേഷ്ഠമായും കാണും. അതെ മഹാറാണി മേന, ശങ്കയുടെ വർണ്ണം കറുപ്പാണ്. അത് മനക്കണ്ണിനെ മറച്ചാൽ
സർവവും കറുത്തും വിരൂപവുമായി കാണപ്പെടും. അവിടുന്ന് വീണ്ടും എന്നെ കബളിപ്പിക്കാനായി ശ്രമിക്കുകയാണോ? മേനറാണി, ഞാൻ അങ്ങെ കബളിപ്പിക്കുമോ? വൈകുണ്ഠപതി, അങ്ങ് പൂജനീയനാണ്, ആദരണീയനാണ്. ഞാൻ സത്യം പറയുന്നതിൽ എന്നോട് ക്ഷമിക്കണം. സത്യം ഇതല്ലേ? ദേവന്മാരുടെ ഹിതത്തിനായി അങ്ങ് അനേകം തവണ അസുരന്മാരെ കളിപ്പിച്ചിട്ടുണ്ട്. കേവലം അസുരന്മാരോട്? ദേവമാനവരുടെ ഹിതത്തിനായി ഭാവിയിലും ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങയ്ക്ക് ബന്ധം അസുരന്മാരുമായിട്ടല്ലല്ലോ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഗുണം മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ. നിനക്ക് ഗുണം എന്താണെന്നോ? നീ ശിവശങ്കരന്റെ സത്യരൂപത്തെ അറിയൂ, മാനിക്കൂ. ശ്രീ ഹരിവിഷ്ണു, എന്നെക്കുറിച്ചല്ല, എൻ്റെ പുത്രി പാർവതിയെക്കുറിച്ചാണ് എനിക്ക് ചിന്ത. പുഷ്പം പോലെ കോമളാങ്ങിയായ എൻ്റെ പാർവതി, ആ ഭയങ്കരൻ ഭൂതനാഥൻ. മേനറാണി, ഏത് പുത്രിയുടെ ഗുണത്തിനു വേണ്ടി നീ വീണ്ടും വീണ്ടും വിശ്വനാഥനെ നിരാകരിക്കുന്നുവോ, ആ പുത്രിയോട് തന്നെ ചോദിച്ചു നോക്ക് അദ്ദേഹത്തിന്റെ രൂപം എന്താണെന്ന്. ഞങ്ങൾ പാർവതിക്ക് അഹിതം ചിന്തിക്കുമോ? ശ്രീ പരമേശ്വരന്റെ രൂപം ഭയങ്കരമാണെങ്കിൽ ജഗത്തിന് ഗുണം കാക്ഷിക്കുന്ന ശ്രീഹരി വിഷ്ണു ഈ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമായിരുന്നുവോ? നിനക്കിപ്പോഴും വിശ്വാസമില്ലെങ്കിൽ സ്വന്തം പുത്രി പാർവതിയോട് ചോദിച്ചു നോക്കൂ. അവളും നിന്നെ കബളിപ്പിക്കുമോ? ഒരിക്കലുമില്ല. എന്നാൽ പുത്രിയുടെ വാക്കു മാനിച്ച് പൂമുഖത്തെത്തി പ്രതിശ്രുതവരനെ കാണൂ. ഒരിക്കൽ ചെന്ന് കാണൂ അമ്മേ. കണ്ടതാണല്ലോ. അപ്പോൾ കണ്ടത് അഹങ്കാരവും മനസ്സിൽ ശങ്കയോടും കൂടിയാണ്. ഇനി തന്റെ പുത്രിയുടെ പതി സ്വന്തം ജാമാതാവ് പ്രതിശ്രുതവരന്റെ രൂപത്തിൽ നോക്കിയാൽ എല്ലാം സത്യവും സുന്ദരവുമായി കാണപ്പെടും. അതേ മേനറാണി, മനസ്സിലും ദൃഷ്ടിയിലും സൗന്ദര്യമുണ്ടെങ്കിൽ എല്ലാം സുന്ദരമായി കാണപ്പെടും. മേനാറാണി, ജാമാതാവിനെ സ്വീകരിക്കാൻ നീ ഉടനെ പൂമുഖത്തെത്തണം. ജാമാതാവിനെ വരവേൽക്കേണ്ടത് വധുവിന്റെ മാതാവ് സ്വയം ചെയ്യണം. ഇനി വിളംബമരുത്. വിജയ, എല്ലാവരും ചെല്ലിൻ. ജാമാതാവിനായി തിലകവും മറ്റു സ്വാഗത ദ്രവ്യങ്ങൾ ഒരുക്കുവിൻ. ചരാചരപതി കൈലാസനാഥൻ ഭഗവാൻ ശിവശങ്കരനെ മൈനാകൻ സ്വാഗതം ചെയ്യുന്നു. പ്രഭു, എന്റെ പ്രണാമം സ്വീകരിച്ചാലും. ഇതെന്താണ്? എന്തൊരു ആശ്ചര്യം! ഗന്ധർവ കിന്നരന്മാരുടെ സൗന്ദര്യം ഈ രൂപസൗന്ദര്യത്തിന് മുന്നിൽ തുച്ഛമാണ്. അങ്ങ് അതിസുന്ദരനാണ്. പിന്നെ ഞാൻ ആ ഭയാനക രൂപം എങ്ങനെ ദർശിച്ചു? ആരായിരുന്നു അത്? അത് നിന്റെ മനസ്സിന്റെ ഭ്രമമായിരുന്നു. അഹങ്കാരം കൊണ്ടുത്ഭവിച്ച ഭ്രമം. നീ കണ്ടത് സത്യമായിരുന്നില്ല. ആ അസത്യം നിന്റെ ഭ്രമം, ശങ്ക, അഹങ്കാരം ഇവ മൂലം കാണപ്പെട്ടതാണ്. അതിനു കാരണം മഹാറാണി എന്ന അഭിമാനം നിന്നെ കീഴടക്കിയതാണ്. ഈ ശങ്കയും ഭ്രമവും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കാണുന്നത് പോലെ ആദ്യമേ കാണുവാനാകുമായിരുന്നു. അതായത് തെറ്റെന്റേതായിരുന്നു. അതെ, അതെന്റെ ലീലയായിരുന്നു. നീ അതിന് വശപ്പെട്ടു. ശങ്കിക്കുന്ന നിന്റെ മനസ്സ് അത്തരം ദൃശ്യങ്ങൾ കാണുവാൻ ഇച്ഛിച്ചിരുന്നു. അവ നിന്റെ ഭ്രമം, അഹങ്കാരം തുടങ്ങിയ ഭാവങ്ങളെ സന്തുഷ്ടരാക്കി. നീ കണ്ടതെല്ലാം നിന്റെ ദുർഭാവനകളുടെ പ്രതിബിംബമായിരുന്നു.
വരനെ ഒന്ന് നോക്കിയാൽ കാമദേവൻ എത്രമാത്രം സൗന്ദര്യവാനെന്ന് മനസ്സിലാകും. എന്താ കാമദേവൻ പരമശിവനെ പോലെ സുന്ദരനാണോ? വായാടി, കാമദേവൻ വരനെ പോലെയല്ല, വരൻ കാമദേവനെ പോലെ സുന്ദരനാണ്. മിണ്ടാതിരി. എവിടെ പരമശിവന്റെ ആനന്ദരൂപം? എവിടെ പാവം ആ കാമദേവൻ? കണ്ടില്ലേ വരന്റെ മനോഹര രൂപം? കണ്ണിന് കൊതിയാകുന്നു. എന്തു പറഞ്ഞാലും നമ്മുടെ സഖി പാർവതി ഭാഗ്യശാലി തന്നെയാണ്. ഇത്ര സുന്ദരൻ, കോമളൻ, സൗമ്യൻ വരനെ കിട്ടിയല്ലോ. അതെന്താ? കേവലം നമ്മുടെ സഖി മാത്രമേ ഭാഗ്യശാലിയുള്ളൂ? ശിവശങ്കരൻ ഭാഗ്യശാലിയല്ലേ? പാർവതിയെ പോലെ ഗുണവതിയും രൂപവതിയും സുശീലയും സൗമ്യവുമായ വധുവിനെ ലഭിച്ചില്ലേ? മേനാദൈവയുതാ സുധാ മധുമയീ സച്ഛാന്തിദാ മാതൃകാ തദ്വദ്ദൈവയുതോ ഹിമാചലയിതി സാക്ഷാത് സ്ഫടികാ പിതാ